നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 24 മണിക്കൂറിനിടയിൽ 50 ആക്രമണങ്ങൾ. പാകിസ്ഥാൻ സേനയെ തകർത്തെറിയുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയ ഓപ്പറേഷൻ ബാം പാകിസ്ഥാൻ സൈന്യത്തെ വെള്ളക്കുടിപ്പിക്കുന്നു. ഓപ്പറേഷൻ ബാം എന്നും ഓപ്പറേഷൻ ഡോൺ എന്നും അന്തർദേശീയ മാധ്യമങ്ങൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നു. ഒരു പുതിയ പ്രഭാതം തുടങ്ങിയെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പ്രസ്താവിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാനിലുടനീളം 50-ലധികം ആക്രമണങ്ങൾ. നിരവധി പേരെ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയി. 27-ലധികം മരണം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ സേനയിൽപ്പെട്ടവർക്കാണ് കൂട്ടമരണം സംഭവിച്ചിരിക്കുന്നത്. ഗിദാറിലെ ഒരു സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. പരമ്പരാഗതമായി ബലൂച്ച് സായുധ സംഘങ്ങൾ തുടർന്നിരുന്നത് ഗറില്ല മോഡൽ ആക്രമണങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്ന് കൂടുതൽ സംഘടിതമായ പ്രാദേശിക ആക്രമണങ്ങളിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇതിനിടയിൽ വ്യാഴാഴ്ച വൈകുന്നേരം സോപ്പ് പ്രദേശത്ത് 9 പഞ്ചാബി യാത്രക്കാരെ ബസ്സുകളിൽ നിന്ന് ബലമായി ഇറക്കിവിട്ട് അവരെ വരിവരിയായി നിർത്തി വെടിവെച്ചു കൊന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ചതിന് ശേഷം വെടിവെച്ച് വീഴ്ത്തി. ക്വറ്റയിൽ നിന്ന് പഞ്ചാബിലേക്ക് പോകുകയായിരുന്ന 2 ബസ്സുകൾ അക്രമികൾ ദേശീയപാതയിൽ തടഞ്ഞിട്ടു. അതിനുശേഷം യാത്രക്കാരെ പരിശോധിച്ചു. പഞ്ചാബ് സ്വദേശികളെ ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി. അടുത്തുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി നിരനിരയായി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പിന്നീട് ഇവരുടെ ശരീരങ്ങൾ റോഡിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് കൊല്ലപ്പെട്ടവർ. പാകിസ്ഥാനിൽ നിന്നും മോചനം ആവശ്യപ്പെട്ട് ബലൂച്ച് പോരാളികൾ ഇപ്പോൾ അതിശക്തമായ ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലകളിലേക്ക് പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ടവരോ പാകിസ്ഥാന്റെ സൈനികരോ പ്രവേശിക്കരുത് എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത്. നേരത്തെ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരുന്നു. യാത്രക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബന്ദികളാക്കിയത് കഴിഞ്ഞ മാർച്ചിൽ. പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം. ഈ കാലഘട്ടത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. ബലൂചിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണങ്ങളിൽ ഇതിനകം 250-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. ഇവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ സൈനികരായിരുന്നു. അർദ്ധ മരുഭൂമിയാണ് ബലൂചിസ്ഥാൻ മേഖലയെങ്കിലും ധാതുസമ്പത്തിനേറെ പേരുകേട്ട പ്രദേശം. കെച്ച് കരൻ, ഖുസ്താർ, കലാത്ത്, പജ്ഗൂർ, വാഷുക്, മുസഖേൽ, സിബി, മസ്തൂഖ്, നസിറാബാദ്, ക്വറ്റ, ചഗായ്, ദേര, ബുഗ്ദി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാർ ആക്രമണങ്ങളുടെ വർധനവ് അംഗീകരിച്ചു. ഈ ആക്രമണങ്ങൾ യാതൊരു വിധത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രവിശ്യ സർക്കാർ പറയുന്നത്. ആക്രമണങ്ങൾക്ക് ഓരോ ദിവസവും കനത്ത വ്യാപ്തി കൈവരുന്നു. കൃത്യമായ ഏകോപനത്തിലൂടെ ബലൂച്ച് ലിബറേഷൻ ആർമി കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നു. സായുധരായ ബലൂച്ച് വിഘടനവാദികൾക്ക് മുൻപിൽ നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ ഇപ്പോൾ പാകിസ്ഥാൻ സൈനികർക്ക് കഴിയുന്നുള്ളൂ. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പക്കൽ നൂതന ആയുധങ്ങളടക്കം എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പതിറ്റാണ്ടുകളായി നടത്തുന്ന പോരാട്ടത്തിലെ പുതിയ ഒരു അധ്യായമാണ് ഓപ്പറേഷൻ ബാം എന്ന് BLF വക്താവ് പറയുന്നു. മക്രാൻ തീരം മുതൽ കോയി സുലൈമാൻ പർവ്വതനിരകൾ വരെ തങ്ങൾ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. പ്രതിരോധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് വളർന്നു. വിശാലമായി ഭൂപ്രദേശത്ത് വലിയ തോതിലുള്ള സമന്വയിപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ ബലൂച്ച് പോരാളികൾക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുവെന്നാണ് അവരുടെ വക്താവ് പറയുന്നത്. ബലൂച്ച് വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് പറയുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ അധികൃതർ മൗനം പാലിക്കുന്നു. രാജ്യത്തിനകത്തുള്ള സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ANA റിപ്പോർട്ട് ചെയ്യുന്നത് ഭയാനകമായ സാഹചര്യമെന്നാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യ ഏറെക്കാലമായി അസ്വസ്ഥതകളാൽ പുകഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രാതിനിധ്യ അഭാവം തന്നെയാണ് ബലൂചികളെ ഏറെ ചൊടിപ്പിച്ചത്. പ്രദേശത്ത് കനത്ത സൈനികവൽക്കരണം പാകിസ്ഥാൻ നടത്തിയത് ബലൂച്ച് ലിബറേഷൻ ആർമിയെ ചൊടിപ്പിച്ചു. ഓപ്പറേഷൻ ബാം എന്ന ആക്രമണ പദ്ധതി അവസാനിപ്പിച്ചാലുടൻ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് BLF പറയുന്നു. ബലൂചിസ്ഥാനിലെ ദുർബലമായ സുരക്ഷാന്തരീക്ഷത്തിലേക്ക് ഈ പുതിയ ആക്രമണം വീണ്ടും ശ്രദ്ധ പതിപ്പിച്ചു. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ പോരാട്ടം വെറുമൊരു സായുധ കലാപമല്ല എന്ന് വ്യക്തം. ഇക്കുറി പാകിസ്ഥാൻ നെടുകപ്പിളരുന്ന കാഴ്ച ബലൂചിസ്ഥാൻ പിറവിയെടുക്കുന്നത് യാഥാർത്ഥ്യമാകുമെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഉറപ്പിച്ചു പറയുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.